നമസ്കാരം. ഹൈറിച്ചിലെ പാർട്ട്നേഴ്സ്, ഹൈറിച്ചിലെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരോട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങളെ പൊളിഞ്ഞു പോയ കമ്പനി ഹൈറിച്ച് ഒരുപാട് പാവങ്ങൾക്ക് അന്നം കൊടുത്തുന്ന കമ്പനിയാണെന്നുള്ളത് ഇങ്ങനെ നിരന്തരമായിട്ട് കേട്ടപ്പോഴേ സത്യത്തിൽ എനിക്കത് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് ഈ അന്നം തന്നത്, ഞാൻ കൊടുത്തത് എന്നുള്ളത്. ഈ പാവങ്ങളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അന്നം തന്ന കമ്പനിയായിരുന്നു എന്നുള്ളത്. ഞാനിപ്പോൾ എനിക്ക് പരിചയമുള്ള ആളോട് ചോദിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല ചോദ്യം. അത് കാരണം എന്നെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ കുറേ ആ ഗ്രൂപ്പ് അനിലക്കര അവരൊക്കെയല്ലേ പൊട്ടിച്ചത്, അന്നം പൊട്ടിച്ചത്, അന്നം തന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ചോദ്യം ഞാൻ ഈ എൻ്റെ വീഡിയോയിൽ ഇടുകയാണ്. നിങ്ങൾ പിന്നെ കമൻറ്റിൽ പറഞ്ഞു തരണം. എനിക്ക് കമൻറ്റിൽ വിശദീകരിച്ച് പറഞ്ഞു തരാൻ കഴിയാത്ത ആൾക്കാർ ഞാൻ ഈ വാട്സപ്പ് നമ്പർ ഇതിൽ താഴെ കൊടുക്കാം. നിങ്ങളതിലൊന്ന് എനിക്കൊരു ഹായ് വിടണം. അതെനിക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളുടെ അവിടെ വെറുതെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ഇതിനൊന്നും എനിക്ക് അതിൽ കേൾക്കാനും സംസാരിക്കാനും സമയമില്ല. നിങ്ങൾ എന്തായാലും ഇതിന് പുറകിലിരിക്കില്ലേ. ഇതിപ്പോൾ വരും, നാളെ വരും, അടുത്ത മാസം വരും, അടുത്ത വർഷം വരും, ഇത് കാത്തിരിക്കില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ചോദ്യം ചോദിക്കാനും മറുപടി പറയാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമല്ലോ. വേറെ പണിയൊന്നും കാര്യമായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് പിന്നെ ഞാൻ ചോദിക്കാനുണ്ടായൊരു സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരാൾ എൻ്റെ പരിചയത്തിൽ പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിരുന്നു. തകരില്ല, തളരില്ല, തകർക്കാൻ നോക്കണ്ട, പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരും, ജയ് ഹൈറിച്ച്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ തകർന്നു പോയി, പൊന്നാര കാക്ക, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയാണ്ട് ജീവിക്കാൻ നോക്കി, ജോലിയെടുത്ത് ചോദിക്കാൻ നോക്കിയാണ്. അപ്പോൾ അയാൾക്കത് പറ്റിയില്ല. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരല്ലേ ഇത് ഈ കോലത്തിലാക്കിയെടുത്തത്. സമാധാനം ഇല്ലല്ലേ. എത്ര പാവങ്ങളാണ് കഷ്ടപ്പാടിലായത് നിങ്ങൾക്കറിയോ. അവരൊക്കെ വരുമാനം ഇതായിരുന്നു, അവരെ ഭക്ഷണം ഇതായിരുന്നു, അവരെ സ്കൂൾ കുട്ടികളുടെ ചിലവ് കാര്യങ്ങളങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ ആൾ നിർത്താതെ വാചാലനായി സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അതിൻ്റെ അവസാനത്തേക്ക് അയാൾ വികാരാധീനനായി. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറയേണ്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ആക്കാം, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അയാൾക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. അയാൾക്ക് കാശൊന്നും പോയിട്ടില്ല. അയാൾ കുറച്ച് ആളുകളൊക്കെ ചേർത്തിട്ടുണ്ട്, കുറച്ച് കാശൊക്കെ സമ്പാദിച്ച ഒരാളാണ്. അപ്പോൾ അയാൾ മറ്റേ പാവങ്ങൾക്ക് വേണ്ടി, പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അവസാനത്തെ സ്റ്റേജിൽ വന്ന ഒന്നും കിട്ടാതെ പോയ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കണത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളോട് ചോദിക്കുന്നത്, സത്യത്തിൽ ഈ ആളുകളെടുത്തുനിന്ന് നിങ്ങൾക്ക് സമ്പന്നനാവാം, നിങ്ങൾക്ക് കാറ് വാങ്ങാം, ലക്ഷറി കാറ് വാങ്ങാം, നല്ല വലിയ ബംഗ്ലാവ് കയറ്റാം. എനിക്ക് 5 ലക്ഷം മാസ വരുമാനമുണ്ട്, മറ്റാൾക്ക് 10 ലക്ഷം വരുമാനമുണ്ട്, കോടികൾ വാങ്ങിയ ആളുകളുണ്ട്, ഓടി കാറ് വാങ്ങിയ ആളെ കാണിച്ചു കൊടുത്ത് അല്ലേ. ആ കാറിന് മുമ്പിലിരുന്ന് കുറേ ഫോട്ടോ എടുത്ത ആൾക്കാരൊക്കെ നമുക്ക് കാണാം. ഞാനൊക്കെ പോയി കണ്ടതാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിച്ച് ഈ ആളുകളടുത്ത് നിന്ന് കാശ് വാങ്ങിക്കൊണ്ടുപോയി പ്രതാപൻ്റെ കമ്പനിക്ക് തൃശ്ശൂർക്ക് അയച്ചു കൊടുത്തിട്ട്, അവർ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തിട്ട് അതിന് കമ്മീഷൻ വാങ്ങിയ ആൾക്കാരാണ് ഈ കാക്കയടക്കം അല്ലേ. ഈ പാവങ്ങൾക്ക് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ലാഭം തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് ബിസിനസ്സിൻ്റെ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും കാശ് വാങ്ങിക്കൊടുത്തപ്പോൾ തന്നെ നിങ്ങളൊക്കെ കാശ് പോക്കറ്റ് കിട്ടില്ലേ. നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നില്ലേ കമ്മീഷൻ? ഒരു 10,000-ന് 1000 വെച്ചിട്ട് 10% അല്ലേ. അപ്പോൾ അത് വാങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഈ പാവങ്ങൾ എന്ത് ചെയ്തു? വരുമല്ലോ, ഇനി വരുമാനം വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാശ് മുടക്കിയ കാശ് പോയി. പിന്നെ ഇവർക്ക് തിരിച്ച് വരുമാനം ഇങ്ങനെ വന്നുകൊടുക്കുകയാണ്, ആഴ്ചയിൽ അക്കൗണ്ടിൽ വന്നുകൊടുക്കുകയാണ്. സാധാരണ നമ്മളൊരു കമ്പനിയിൽ ഞാനൊക്കെ ഇപ്പോൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാശ് അവിടെ സേഫാണ്. അതിന് പുറമെ അവരുടെ ബിസിനസ്സിൻ്റെ ലാഭം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തരാറാണ് പതിവ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനിക്കത് എൻ്റെ എൻ്റെ കാശ് എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഞാനതിൽ നിന്ന് എൻ്റെ കാശ് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മാസമോ 1.5 മാസം മുമ്പ് പറഞ്ഞാൽ എൻ്റെ കാശ് സേഫാണ്. ഇവിടെ ഹൈറിച്ചിൽ അതല്ല. ആ കാശ് കൊടുത്ത കാശ് ഒരിക്കലും തിരിച്ചു കിട്ടൂല. പിന്നെ അവർ ആഴ്ചയിൽ ഇങ്ങനെ തന്ന് 6 വർഷവും 3 മാസവും കൊണ്ടാണ് ഈ കാശ് തിരിച്ചു കൊടുക്കുന്നത്. ഈ പാവങ്ങൾക്ക് 3 ഇരട്ടി കൊടുക്കാറാണ് പറഞ്ഞാൽ മതി. ഇവർ തന്നെ അടച്ച കാശ് കിട്ടണമെങ്കിൽ 25 മാസങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ അത്രയും കാലം ഇവരടച്ച കാശിൽ നിന്നാണ് ഈ കൊടുക്കുന്നത്. ഒരാൾ 10 ലക്ഷം കൊടുത്താൽ ഒരാൾ 10,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആഴ്ചയിൽ 100 രൂപ 110 രൂപ അയാൾ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ 10,000 നിന്നാണ്. അതിന് മുന്നേ തന്നെ ഈ ചേർത്ത ആളുകൾക്ക് റെഫറൽ ഇൻകമായിട്ട് 1000 വെച്ചിട്ട് കൊടുത്ത് ബാക്കിയാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ അതായത് 2021 ഡിസംബറിന് ശേഷം ഇതിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കും അയാൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോലും കിട്ടിയിട്ടില്ല. 21 ഡിസംബറിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്കും അയാൾ കാശ് തിരിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം. ആ ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് കരയണത്, ഞങ്ങൾ അന്നമായിരുന്നു. പാവങ്ങൾ അറിയില്ല, മനസ്സിലായിട്ടില്ല. ഇത് എൻ്റെ കാശ് തന്നെയാണ് തിരിച്ചു ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. ഞാനങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ഇതല്ല അതിൻ്റെ വാസ്തവം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും.
ഇനി മറ്റുള്ളവർ നിങ്ങളൊക്കെ കാശ് ഉണ്ടാക്കിയത് എങ്ങനെ? നിങ്ങൾ കാശ് ഇട്ടിട്ടാണോ ഈ ലീഡേഴ്സൊക്കെ കാശ് ലക്ഷങ്ങൾ സമ്പാദിച്ചത്? അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ ബിസിനസ്സിന് ലാഭം വാങ്ങിയിട്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ഇതേപോലത്തെ പാവങ്ങളുടെ കാശ് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് കമ്മീഷൻ വാങ്ങിയിട്ടല്ലേ നിങ്ങൾ മുതലാളിമാരായത്? നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ ലാഭം, സൂപ്പർ മാർക്കറ്റിൻ്റെ ലാഭം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊന്നും നിങ്ങൾക്കൊണ്ട് ആരെക്കൊണ്ടും ഒരാളെ മുമ്പിൽ ഒന്ന് പറയാൻ ഒരു ലീഡറെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. സാക്ഷാൽ ശ്രീനാഥ് പ്രതാപനോ ഒന്നും പറയാൻ പറ്റില്ല. ഇതാ സൂപ്പർ മാർക്കറ്റ്, ഇതാ ഈ സൂപ്പർ മാർക്കറ്റിൽ ഒരു മാസത്തെ ലാഭമാണത്, ഇതിൻ്റെ പിന്നെ 25% ഞങ്ങൾ വീതിയും ചെയ്യുന്നത്, ഇത്ര കോടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ഒരു കുട്ടിക്ക് ഒന്നും വരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ വിഡ്ഢികളായിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിന് ഒന്നുമില്ല. കാരണം ഇപ്പോൾ വക്കീലിന് കൊടുക്കാൻ 25 ലക്ഷം റുപ്യ കിട്ടായിട്ട് ഇവിടെ യാചിച്ച് നടക്കുന്ന നമ്മൾ കണ്ടതാണ്. 700 സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 25 ലക്ഷം റുപ്യക്ക് വേണ്ടിയിട്ട് ഇവിടെ പാട്ടപ്പേര് വളർത്തേണ്ട ഗതികേടല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പാവങ്ങളുടെ കാശ് വാങ്ങി കമ്പനിക്ക് അയച്ചു കൊടുത്ത് അതിന് കമ്മീഷൻ വാങ്ങി നിങ്ങൾ പോക്കറ്റ് കിട്ടി നിങ്ങൾ അക്കൗണ്ടിലിട്ടിട്ട് നിങ്ങൾ സൂട്ടും കൂട്ടിട്ട് നടക്കുക, നിങ്ങൾ വണ്ടി വാങ്ങുക, ഫ്ലാറ്റ് വാങ്ങാം, വീട് നന്നാക്കുക, ഇതൊക്കെ ചെയ്തിട്ട് ഇത് കമ്പനി പൊളിഞ്ഞപ്പോൾ പാവങ്ങളുടെ അന്നമായിരുന്നു എന്നാണ് ഇവരെ സങ്കടപ്പെടുത്തുക കൂടുതൽ. അവർക്ക് നിങ്ങൾ എന്ത് അന്നമാണ് കൊടുത്തുള്ളൂ? അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കാൻ വകയില്ലാത്ത ആളുകൾക്ക് സൗജന്യമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. വീടോ ആഹാരത്തിനുള്ള സാധനങ്ങളോ മരുന്ന് വാങ്ങിക്കാനുള്ള കാശോ കാര്യങ്ങളൊക്കെ, ഇതൊന്നും കൊടുക്കാതെ അവർ പറഞ്ഞ് പ്രലോഭിച്ച് അവരെ കയ്യിലുള്ള കാശ് മുഴുവൻ കൊണ്ടുപോയിട്ട് കമ്പനിക്ക് തള്ളി കൊടുത്തിട്ട് അതിൽ നിന്നും തുച്ഛമായിട്ട് തിരിച്ചു കൊടുക്കുന്നതിന് അന്നം കൊടുക്കുക എന്നിങ്ങനെ പറയുക. എന്നിട്ട് ഇപ്പോൾ പൊളിഞ്ഞു പോകുന്നു കണ്ടപ്പോൾ നിങ്ങൾ ആർക്കും ഒന്നുമില്ല. അതിനു മുമ്പ് ഞാനില്ലേ ഇവിടെ, നിങ്ങൾ ധൈര്യമായിട്ട് കാശിട്ടോ, ഞാനല്ലേ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ അതിന് ഉത്തരവാദിയാണ്, ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ അവരോട് കാശ് തിരിച്ചു വയ്ക്കുമ്പോൾ നീ പോടാ, നീ വേണമെങ്കിൽ പോയി കേസ് കൊടുക്ക്, എന്നോട് കാശ് വയ്ക്കണ്ട, ഞാനല്ലല്ലോ പറ്റിച്ചത്, കമ്പനിയല്ലേ, സർക്കാരല്ലേ, മറ്റവരല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അപ്പോൾ ഈ അന്നം കൊടുക്കുക എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹൈറിച്ചിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹൈറിച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല നമ്മളോട് പറയുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളല്ലേ, ഞാൻ ഇതിൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ താഴെ കൊടുക്കാം, നിങ്ങളതിൽ ഹായ് വിടുക, അതിൽ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിന് തയ്യാറുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാലും മതി. തേറി വിളിച്ചത് കൊണ്ടോ വേറെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ വിഡ്ഢിത്തം മനസ്സിലാക്കാത്തടത്തോളം കാലം ജനങ്ങൾ നിങ്ങളെ വിഡ്ഢി എന്ന് വിളിക്കുന്നതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യം പറഞ്ഞു തരാനുള്ള ബുദ്ധിയുള്ള നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ അന്നം കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അതുവരേക്കും ബൈ.